ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസിലുള്ള സാരീസ് കാണിക്കാനായിട്ടാണ്. നമുക്ക് ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഒത്തിരി ആൾക്കാർ നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ത്രൂ സാരീസ് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന്റെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസ് ആണ് ഈ ഒരു സാരീസിനൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇതുപോലത്തെ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പുതിയ കുറച്ച് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ഓർഗൻഡി സാരിയാണ്. വൈറ്റ് കളറിൽ നല്ലൊരു പിങ്ക് കോമ്പിനേഷനിലെ ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു ഓർഗൻഡി സാരിയാണ്. ഷാഡോ വർക്കാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇതുണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കിന്റെ ഗ്രീനിന്റെ ഒരു കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മൾട്ടി ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിങ്കിന് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിങ്കിന് തന്നെ മൾട്ടി ഷെയ്ഡ് വരുന്ന ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ആ ഒരു പിങ്കിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് പോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കളർ പാറ്റേൺ കൊണ്ടുവരുന്ന രീതി സ്റ്റിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും മൾട്ടി ആയിട്ട് ഗ്രീനിന്റെ ലൈറ്റും ഡാർക്കും അതുപോലെ വൈറ്റിന്റെ ഒരു ചെറിയ എലമെന്റും ഒക്കെ വരുന്ന പോലത്തെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഗ്രീനിന്റെ പോർഷൻസും ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. ഇത്രയും വലിയൊരു ഡിസൈൻ ആണ് പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിൽ തന്നെ അത്യാവശ്യം ആ ഒരു പല്ലുവിന്റെ ആ ഒരു എൻ പോർഷൻ നന്നായിട്ട് കവർ വരുന്നത് പോലെ ഒരു എൽ ഷേപ്പ് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഓർഗൻഡി മെറ്റീരിയൽ ആണെങ്കിലും ഒരുപാട് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ അല്ല. നോർമലി നമുക്ക് ഓർഗൻഡി പല ടൈപ്പിൽ കിട്ടാറുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള ഓർഗൻഡി കിട്ടാറുണ്ട്. സെമി ഓർഗൻഡി നമ്മൾ അത്യാവശ്യം ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടാറുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഒരു ഇടയ്ക്ക് വരുന്ന പോലത്തെ ഒരുപാട് സ്റ്റിഫും അല്ല ഒരുപാട് ഫ്ലോയും അല്ലാത്തൊരു മീഡിയം സ്റ്റിഫ്നെസ് ഉള്ളൊരു നല്ലൊരു ഓർഗൻഡി മെറ്റീരിയലാണ്. പിന്നെ പല്ലു പോർഷനിലാണ് ബാക്കി ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ്. സെൻട്രൽ പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. അതുപോലെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുന്നത് 2 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ചെറിയൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻസ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് സ്റ്റിച്ച് വരുന്നത്. നമ്മൾ പല്ലുവിനോട് പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് വരുന്ന സ്റ്റിച്ചസ് ആണ്. ഇതുപോലെ 2 ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പല്ലുവിന് പുറകോട്ട് കിടക്കുന്ന റണ്ണിങ് പോർഷനിൽ സിംഗിൾ ഫ്ലവറും ലീഫും പാറ്റേൺ വരുന്ന പോലത്തെ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ഷെയ്ഡ് ത്രെഡും അതുപോലെ റെഡ് പിങ്ക് തന്നെയുള്ള ത്രെഡും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു നോർമലി കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു സാരി ഫുൾ അപ്പിയറൻസ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ ആണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. 4 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. 2 ഫ്ലവർ വരുന്നത് പോലത്തെ ബഞ്ചസ് ആയിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനകത്തും ഡിഫറെൻ്റ് ആയിട്ടാണ് കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പിങ്കും ഒരു പീച്ചും കൂടെ വരുന്നൊരു ത്രെഡ് യൂസ് ചെയ്ത് അതുപോലെ ഇവിടെ ഡാർക്ക് പിങ്ക് യൂസ് ചെയ്ത് ഇത് പിങ്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ഉള്ള ഫ്ലവേഴ്സ് വരുന്നത് പോലെ അങ്ങനെ എല്ലാം ഒരു മിക്സ്ഡ് കോമ്പിനേഷനിലാണ് ഓരോ ഫ്ലവേഴ്സും ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഒരു മൾട്ടി കളർ ത്രെഡും അങ്ങനെ വന്നിരിക്കുന്നത് പോലെ കുറച്ചൊരു കളർഫുൾ ആയിട്ട് തന്നെ ആ ഒരു പിങ്കിന്റെ എലമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വളരെ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ആണെങ്കിലും നമുക്ക് കണ്ടറിയാം നല്ല തിക്കായിട്ടുള്ള സ്റ്റിച്ച് ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ച് ബാക്ക് സൈഡിൽ കാണാം. അതുപോലെ ഇതിനകത്ത് കെട്ടിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് കിടക്കുന്നതോ ഒന്നും കാണാൻ പറ്റാത്ത പോലെ വളരെ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഈ ഒരു വർക്ക് വന്നത്. എസ്പെഷ്യലി നമ്മൾ വൈറ്റിലൊക്കെ ചെയ്യുമ്പം നല്ല പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉടുക്കുമ്പോൾ അതേ ഭംഗി വരത്തുള്ളൂ. ഈ നൂലൊക്കെ പുറത്തോട്ടൊക്കെ കിടക്കുന്നത് നമുക്ക് വൈറ്റിലാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പെർഫെക്ഷനിൽ വന്നാലേ വൈറ്റ് നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ ഒരു ഭംഗി വരത്തുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിലും അത്യാവശ്യം നമ്പർ ഓഫ് ഡിസൈൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല്ലൂല് കണ്ടതുപോലെ തന്നെ കുറച്ചൊരു സൈസിൽ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ ഒരു എൽ ഷേപ്പിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു പല്ലുവിൽ കണ്ട പോലെ അത്യാവശ്യം ആ ഒരു സൈസിൽ തന്നെയുള്ള ഡിസൈനാണ് റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുൾ ആ ഒരു നമ്മൾ ആ മുകളിലോട്ട് കയറി വരുന്ന ഭാഗത്തൂടെ വരുന്നത് പോലെ തന്നെ ഇതുപോലെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഈ ഒരു 2 ഫ്ലവേഴ്സ് വരുന്നത് നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ട ആ ഒരു ഡിസൈൻ ഇതിന്റെ ഫുൾ ആ ഒരു ഈ ഒരു ഗ്യാപ്പിൽ കേട്ടോ ഇത്രയും ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഈ 5 ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെസ്റ്റ് പോർഷനിൽ 4 എണ്ണം കണ്ടതുപോലത്തെ 5 ഫ്ലവേഴ്സ് ബോട്ടം പോർഷനിലും ഈ ഒരു സാരിയിൽ ഉണ്ട്.
ഈ ഒരു ഗ്യാപ്പിൽ ഞാനിതിങ്ങനെ മടക്കി പിടിച്ചിരിക്കുന്ന വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ ഇതിങ്ങനെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഫുൾ ലുക്ക് നമുക്ക് ക്യാമറയിൽ എടുത്തെടുക്കാനായിട്ട് വൈറ്റ് ഷെയ്ഡ്സിനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് കാണിക്കാനും ഇങ്ങനെ മടക്കിയൊക്കെ പിടിച്ച് ഇതിൻ്റെ അടിയിലൂടെ കാണാവുന്ന പോലെയൊക്കെ പിടിച്ച് മാക്സിമം ഈ പറഞ്ഞ പോലെ ആ സാരിയുടെ ഒരു ഭംഗി ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാലും വൈറ്റ് ആയതുകൊണ്ട് അതിന് ഒരു പരിധി ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിന്. ഇതുപോലെ 5 ഡിസൈൻസ് ആണ് ഇതിനകത്ത്. ബോട്ടം ചെറിയ ഡിസൈൻസ് വരുന്നത്, വലിയ ഡിസൈൻ ഒരെണ്ണവും വരുന്ന പോലെ ഇത്രയും ഡിസൈൻസ് ഉള്ള ഒരു സാരിയാണ്. ഈ ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സമയമെടുത്ത് ഈ ഒരു സാരി വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓർഗൻഡി സാരി ആയതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റും നോർമൽ നമ്മൾ കോട്ട സാരീസിനേക്കാളും കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 ആണ്. 2795 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലെ സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കടായി കമ്മൽ സ്റ്റിച്ചിലാണ്. അതുപോലെ ഷാഡോ സ്റ്റിച്ചും സ്പൈഡർ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. നല്ല വലുപ്പത്തിൽ തന്നെ ഇതുണ്ട്. എൻ്റെ കൈ വെച്ചാൽ മനസ്സിലാകും, നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അത്രയും വലുപ്പത്തിൽ തന്നെയുള്ള എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വർക്കാണ്. എസ്പെഷ്യലി ഈ ഒരു കടായി കമ്മൽ ഡിസൈനിൽ ഈ ഒരു ഒറ്റ സിംഗിൾ ഫ്ലവർ തയ്ക്കാൻ തന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു 45 മിനിറ്റ്സോളം എടുക്കും. അത്രയും ടൈം എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇതിന്റെ മെയിൻ പല്ലു പോർഷനിലെ മെയിൻ എൻഡ് ആണ്. ഇത്ര വലിയൊരു ഡിസൈൻ ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഫ്ലവേഴ്സിന് നടുക്കൊക്കെ ചെറിയൊരു ബീഡിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവേഴ്സിന് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു ലീഫിന്റെയും അതുപോലെ ആ ഒരു ഗ്രീൻ എലമെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻ കാണാവുന്ന പോലെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ടാണ്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ പല്ലുവിന്റെ പുറകിലോട്ട് വരുന്ന ഭാഗത്താണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. സിംഗിൾ ഫ്ലവറും കുറച്ച് ലീഫും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിലെ സ്റ്റിച്ച് വരുന്നത്. ആ ഒരു സ്റ്റിച്ച് പോലും അത്യാവശ്യം ഇതുകൊണ്ട് ഒരു കൈപ്പത്തി വലുപ്പത്തി വരുന്നത് പോലെ നമ്മൾ ആ ഒരു റണ്ണിങ് പോർഷനിൽ വരുന്ന ചെറിയ ഡിസൈൻ പോലും ആ ഒരു വലുപ്പത്തി വരുന്നത് പോലെയാണ്. ആ ഒരു ഫ്ലവറിന്റെ സൈസ് ഒന്നും കുറച്ചിട്ടില്ല. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് കുറച്ചൊരു ലീഫിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് കൊടുത്താണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ചെയ്തിരിക്കുന്നത്. റണ്ണിങ് ആയിട്ട് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുവാണ്. നമ്മൾ ആ ഒരു നേരത്തെ ആ ഒരു റണ്ണിങ് പോർഷനിൽ കണ്ടതുപോലത്തെ ഡിസൈൻ അടുപ്പിച്ച് വരുന്നത് പോലെ 3 ഡിസൈൻ വരുന്നത് പോലെയാണ്. അത് ആ ഒരു അടുത്തടുത്ത് തന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ റണ്ണിങ് ആയിട്ട് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് തന്നെ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ ഫുള്ളും കവർ ആവുന്നത് പോലെ തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് വരും. ഇത് നമുക്ക് ഒരു പിങ്ക് കളർ ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബ്ലൗസോ ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ കടായി കമ്മൽ സ്റ്റിച്ചിൽ വരുന്നത് പോലത്തെ ഫ്ലവേഴ്സിന് കുറച്ചും കൂടി ഒരു നല്ലൊരു ഫിനിഷിങ് വരുന്നുണ്ട്. അതായത് നല്ല കുറച്ചുകൂടി ഒരു പഫി ആയിട്ട് നിൽക്കുന്ന പോലെ ഈ ഫ്ലവേഴ്സ് നിൽക്കും. നമുക്ക് നോർമലി ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും കുറച്ചൊരു ഹൈലൈറ്റഡ് ആയിട്ടായിരിക്കും ഈ ഫ്ലവേഴ്സ് കാണും. അപ്പോൾ നമ്മൾ റീൽ നേരിട്ട് കാണുമ്പോൾ ഉടുത്തൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ സാരീസിൽ ആ ഒരു ഫ്ലവർ ഡിസൈൻ കാണാനായിട്ട്. അതുപോലെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് ആ ഒരു ബ്ലാക്കിൽ പിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ ഇതുപോലെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു സെയിം ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഈ ഒരു സെയിം ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും ബോട്ടം പോർഷനിലും പല്ലു പോർഷനിലുമായിട്ടാണ് ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്രയും ഡിസൈൻസ് വരുമ്പോൾ തന്നെ ഈ ഒരു സാരിക്ക് 2275 റുപ്പീസ് റേറ്റ് വരും. ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ കൊണ്ടാണ് നമുക്ക് ത്രെഡ് ആണെങ്കിലും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ട വരുന്ന ഒരു പാറ്റേൺ സ്റ്റിച്ചാണ്. അതിൻ്റെ എലഗൻസ് ഈ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. എന്നാലും ഇത് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന അത്രയും ഭാഗത്തൊക്കെ ഈ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ കൊണ്ടും നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ടൊരു ഈ ഒരു ഡിസൈൻസ് നമുക്ക് ഉടുത്ത് വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 2275. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. അതിനകത്തൊരു പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡ് ആണ്.
ഇവിടെ ഈ ഒരു 3 ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. പിങ്കിന്റെ ഡാർക്കും ലൈറ്റും കൂടെയുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പെറ്റൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് ലീവ്സും സ്റ്റെമ്മും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ വൈറ്റ് കളറിലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഇതിനൊരു ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഡിസൈനാണ്. നല്ല ഭംഗി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഔട്ട്കം. ഇതിന്റെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴത്തേനും ഇതിന്റെ ഒരു സിംഗിൾ ഫ്ലവറും ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും വരുന്നത്. കണ്ടോ, നമ്മുടെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ ഇനി നമ്മൾ ആ പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ടത് കൂടാതെ ഇതുപോലെ 2 സിംഗിൾ ഫ്ലവർ ഡിസൈനും കൂടി ഉണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു അക്കോബ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിനുശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനുണ്ട് ഈ ഒരു അക്കോബ ഫിനിഷിൽ ഈ ഒരു ലേസ് ഒക്കെ വെച്ചിട്ട് ഇത് ചെറിയൊരു അക്കോബ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സാരിയിൽ. ആ ഒരു പോർഷൻ, അത് നമ്മുടെ ഒരു ഷോൾഡർ വരുന്നൊരു പോർഷനിലാണ് ഇങ്ങനെ ഒരു ക്ലോത്ത്, ഒരു അക്കോബയുടെ ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷൻ, ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോൾഡർ പോർഷൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മേളിലും ഈ ഒരു സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഫ്ലവർ വരുന്ന ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ടാണെങ്കിലും നിറച്ചും ആ ഒരു ബോർഡറിലേക്ക് വർക്ക് വരുന്നൊരു പാറ്റേണിൽ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ അക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ നോർമലി കണ്ടുവന്നിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ സാരിയാണ്. നെക്സ്റ്റ് ഇതുണ്ട്, ഇതിൻ്റെ ബോർഡർ പോർഷനിലോട്ട് ആ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ റണ്ണിങ് ആയിട്ട് ഫുൾ വന്നിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ, അതിൽ ആ വൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റും ഒക്കെ കൂടെ വരുമ്പോഴത്തേനും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു സാരി നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും കാണാൻ ഉണ്ടാവും. ഇത് നമുക്ക് ഓൾ ഓവർ ദ ബോഡി വരുന്ന ആ ഒരു ബോർഡർ വരുന്ന ഭാഗത്ത് ഈ ഒരു സിംഗിൾ ഡിസൈൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഹോൾ സാരിയിൽ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ സാരി ഉണ്ട്. ഇതുണ്ടോ, ഫുൾ സാരിയിലും സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ ഫ്ലവർ വരുന്നൊരു ചെറിയ ഡിസൈനാണ്. എന്നാലും നമ്പർ ഓഫ് ഡിസൈൻസ് ഒരുപാടുണ്ട് ഇതിനകത്ത്. വേണ്ട, ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആ എൻഡ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ പല്ലു പോർഷനിൽ കണ്ട സെയിം ഡിസൈൻ വന്നാണ് സ്റ്റോപ്പ് ആവുന്നത്. ആ റൈറ്റ് ലെഗ് പോർഷൻ വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലവേഴ്സ് വരുന്നൊരു ഫ്ലവർ ബഞ്ച് നമ്മൾ പല്ലുവിൻ്റെ എൻഡിൽ കണ്ടതാണ്. പല്ലുവിൻ്റെ എൻഡ് തൊട്ട് റൈറ്റ് ലെഗ് പോർഷൻ വരെയും ഡിസൈൻ ഉണ്ട്. രണ്ടിടത്തും ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്ന ഡിസൈനും മിഡിൽ ഫുള്ളും ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ചെറിയ ഡിസൈൻസും വരുന്നത് പോലെ സത്യം പറഞ്ഞാൽ ഈ ഒരു സാരി വരുന്നത്. ഫുൾ ബോർഡറിലും എംബ്രോയിഡറി വരുന്ന അതിൻ്റെ ഷോൾഡർ പ്ലീറ്റിൽ ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് വന്നിരിക്കുന്നത്. ഇത്ര എംബ്രോയിഡറി ഉള്ളത് കൊണ്ടും ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഈ ഒരു സാരിയിൽ കുറച്ചൊരു പാർട്ടി വെയർ ലുക്കൊക്കെ തന്നെ ഈ ഒരു സാരിക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2350 റുപ്പീസാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. മെറൂൺ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ വൈറ്റ് കളറിലെ ചിക്കൻകാരി മോട്ടീവ്സ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരിയുടെ പല്ലു പോർഷനിൽ ഇതുപോലെ 3 മോട്ടീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ചിക്കൻകാരി മോട്ടീവ്സ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ഡിസൈൻസ് വരുന്നത്. ചിക്കൻകാരി വർക്ക് എപ്പോഴും നമുക്ക് കളേഴ്സിൽ വൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതലും വരാറ്. അതേ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ഡിസൈൻ ഉണ്ട്. നമുക്ക് ചെസ്റ്റ് പോർഷൻ്റെയും പല്ലു പോർഷൻ്റെയും സെൻട്രൽ വരുന്ന പോലെ ഒരു പോർഷനിലായിട്ട് സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലത്തെ 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട് കവർ ചെയ്ത് വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ്റെ ഇത് കാണുന്ന കേട്ടോ. ഇവിടെ 3 ഡിസൈൻസ് ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈനും വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ
സെയിം ഡിസൈൻ ഇതിൻ്റെ മറുവശത്തോടെ സാരി രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് കൊണ്ട് രണ്ടും അപ്പുറം ഇപ്പുറം കാണാവുന്നതാണ്. ഇത്രയും ഡിസൈൻസ് ഈ ഒരു സാരിയിലുള്ളത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനായിട്ടില്ല. അത്രയും നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള സാരി തന്നെയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. 1895 ആണ്. 1895 റുപ്പീസ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബേബി പിങ്ക് ഷെയ്ഡിലെ ഒരു കോട്ടൺ ചെക്കോട്ട സാരിയിൽ വീണ്ടും ഷാഡോ വർക്ക് വരുന്ന ഡിസൈനാണ്. ഇതിനകത്ത് ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഷാഡോ വർക്കാണ് വരുന്നത്. അതിനകത്ത് ലീഫ് പാറ്റേണും ഷാഡോ വർക്ക് സ്റ്റിച്ചിൽ തന്നെയാണ് വരുന്നത്. ലൈറ്റ് ഗ്രീൻ ഒരു കോമ്പിനേഷനാണ്. ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ സെൻട്രൽ പോർഷനിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലെ ഫ്രഞ്ച് നോട്ടൊക്കെ വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ എൻഡിൽ വരുന്ന ഡിസൈനാണ്. പല്ലുവിൻ്റെ ബോട്ടം പോർഷൻ, അതായത് എൻ പോർഷൻ ഇത് ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു സാരി വരുന്നത്. എൻ പോർഷൻ മൊത്തമായിട്ടും അതുപോലെ ആ ഒരു ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ രണ്ട് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ 2 ഡിസൈൻസിൻ്റെ റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട്. 3 ഡിസൈൻസ് ഇങ്ങനെ ബോർഡറിൽ കൂടെ 3 ഡിസൈൻസും മറ്റേ എൻഡിൽ വരുന്നിടത്ത് ചെറിയ ഡിസൈൻസും ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നിറച്ച് വർക്കുള്ളത് തന്നെ പല്ലുവാണ് വരുന്നത്. ഈ സാരിയുടെ ബോർഡർ പോർഷനിലോട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ നിറച്ചും വർക്ക് വരുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് ചെസ്റ്റ് പോർഷൻ തൊട്ട് ഇതുപോലെ ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന അത്രയും ഭാഗത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ട് ഫ്ലീറ്റിലോട്ട് വരുന്ന ഭാഗത്ത് താഴെ തൊട്ട് ചെസ്റ്റ് പോർഷൻ ഫുൾ കവർ ചെയ്ത് 4 ഡിസൈൻ വരുന്ന പോലെയാണ് ഈ സാരിയിൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് താനും. എന്നാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ നോർമലി കാണുന്ന സാരീസിൽ വരാത്തത് പോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ്റെ ഉൾവശത്ത് നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്തോ സിംഗിൾ ഫ്ലീറ്റിൽ കൊടുക്കുന്ന സമയത്തോ ഉൾവശത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഡിസൈൻസ് ഈ ഒരു സാരിയിൽ വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഉൾവശത്തും ഈ ഡിസൈൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാരി കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരുന്നത് നോർമൽ നമ്മൾ കാണിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി സാരിയിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഉടുത്ത് വരുമ്പം നന്നായിട്ട് കാണുന്ന ഭാഗത്തെല്ലാം തന്നെ നല്ലതായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഡിസൈൻസ് വരുന്നില്ല. എന്നാൽ പോലും ഈ ഒരു ഫുൾ ബോർഡറിലോട്ട് മുകളിലോട്ടുള്ള ഫുൾ പോർഷനിലും ബോർഡറിലോട്ട് ഡിസൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കുമ്പോഴത്തേനും ഈ സാരി നമുക്ക് വെയർ ചെയ്യാം. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2175 ആണ്. 2175 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും സാരീസാണ് കാണിക്കുന്നത്. ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.